ഹലോ ആൻഡ് വെൽക്കം ടു ദി ലിറ്ററേച്ചർ സ്റ്റുഡൻറ്റ്. സോ നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് VM ഗിരിജയുടെ പോമായിട്ടുള്ള മാരിറ്റൽ ലൈഫാണ്. സോ VM ഗിരിജ എന്ന് പറയുന്നത് ഇന്ത്യൻ പോയറ്റാണ്, എസ്സേയിസ്റ്റാണ്. അവരൊരു മലയാളം ലാംഗ്വേജിൽ എഴുതുന്ന പോയറ്റാണ്. 2018 കേരള സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയിട്ടുണ്ട്, അതുപോലെ ചങ്ങമ്പുഴ അവാർഡ് കിട്ടിയിട്ടുണ്ട്. അവരുടെ കുറച്ച് വർക്ക്സ് നോക്കാം. പ്രണയം ഒരു ആൽബം, അതിൻ്റെ തന്നെ ഹിന്ദി ട്രാൻസ്ലേഷനാണ് പ്രേം ഏക് ആൽബം. അതുപോലെ പെണ്ണുങ്ങൾ കാണാത്ത പാതിരാ നേരങ്ങൾ, പൂച്ചയുറക്കം എന്നതൊക്കെ. സോ ഈ പോം ആദ്യം ഒന്ന് വായിക്കാം. മാരിറ്റൽ ലൈഫ്. Then I lay on my stomach on the cold floor and became a heap of snow. You sleep afar, naked, like a cloud emptied of rain, relieved. I become the earth, shredded by lightning, wounded. Beneath the soil layers, clamor, laughter, youth, love. That first time when you filled my body is all that I lie. On the cold floor, I am a nude sculpture, me, a dark moonlight that oozes blood. സോ ഈ ഒരു പോം എന്ന് പറയുന്നത് ഒരു മാരേജ് ലൈഫിൻ്റെ കാര്യമാണ് പറയുന്നത്. ആ ഒരു ഇമോഷണൽ ആൻഡ് ഫിസിക്കൽ കോംപ്ലക്സിറ്റീസാണ് പറയുന്നത്. സോ ആ ഒരു മാരേജ് ലൈഫിൽ ആ ഒരു ഇൻറ്റിമസി കുറയുമ്പം അവിടെ ഉണ്ടാകുന്ന ആ ഒരു ഡിസ്റ്റൻസ്, ഡിസൊല്യൂഷൻമെൻറ്റ്, ആ ഒരു അൺസ്പോക്കൺ പെയിൻ, ഇതൊക്കെയാണ് ഇതിൽ പറയുന്നത്. സോ ആ ഒരു റിലേഷൻഷിപ്പിൻ്റെ ആ ഒരു വാംത്ത് കണക്ഷന് നഷ്ടപ്പെടുമ്പോഴത്തേക്ക് അതിലൊരു പാർട്ട്ണർ ഭയങ്കരമായിട്ട് ഐസൊലേറ്റഡും എംപ്റ്റിയും വൂണ്ടഡും ആവുന്നു. അതേസമയം മറ്റേ പാർട്ട്ണർ ഭയങ്കര ഡിറ്റാച്ച്ഡും റിലീവ്ഡും ആവുന്നു. സോ ഈ ഒരു പോം സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ സ്പീക്കർ ലൈയിങ് ഓൺ ദ കോൾഡ് ഫ്ലോർ എന്ന് പറഞ്ഞിട്ടാണ്. സോ ഇതെന്ന് പറയുന്നത് ആ സ്ത്രീ എത്രത്തോളം ആ ഒരു ഇമോഷണൽ ഡെസലേഷൻ ഫീൽ ചെയ്യുന്നു എന്ന് പറയുന്നൊരു കാര്യത്തിന് ആ ഒരു മെറ്റഫറായിട്ടാണ് കണക്കാക്കുന്നത്. അതുപോലെ അവരെ തന്നെ അവർ ആ ഹീപ്പ് ഓഫ് സ്നോ എന്നാണ് കാണിക്കുന്നത്. സോ ആ ഹീപ്പ് ഓഫ് സ്നോ കൊണ്ട് കൺവേ ചെയ്യുന്നത് അവരുടെ ആ ഒരു കോൾഡ്നെസ്സും അതുപോലെ ലൈഫ്ലെസ്നെസ്സുമാണ്. ആൻഡ് അവരെന്തോ ഒരു ഇനാനിമേറ്റ്, ജീവനില്ലാത്തൊരു വസ്തുവായിട്ട് മാറി എന്നുള്ളൊരു ഫീലാണ് ആ പോമിൽ കൊണ്ടുവരുന്നത്. ആൻഡ് അത് കഴിഞ്ഞിട്ട് അവർക്ക് എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്, അതുപോലെ അതിന് നേരെ ഓപ്പോസിറ്റാണ് അവരുടെ പാർട്ട്ണറിൽ അവർ ഒബ്സർവ് ചെയ്യുന്ന കാര്യങ്ങൾ. സോ അവരുടെ പാർട്ട്ണറിനെ അവർ പറയുന്നത് സ്ലീപ്പിംഗ് എഫാർ ആൻഡ് നേക്കഡ് ലൈക്ക് എ ക്ലൗഡ് എംപ്റ്റീഡ് ഓഫ് റെയിൻ എന്നാണ്. സോ ഇതെന്ന് പറയുന്നത് ഒരു കൈൻഡ് ഓഫ് റിലീഫും ഡിറ്റാച്ച്മെൻറ്റുമാണ് കാണിക്കുന്നത്. ആ ഒരു ക്ലൗഡ് എംപ്റ്റീഡ് ഓഫ് റെയിൻ എന്ന് പറയുന്നത് മെറ്റഫറാണ്. ആൻഡ് ആ ഒരു ഇതിൽ പറയുന്നത് അവരുടെ പാർട്ട്ണറിൻ്റെ ഇമോഷൻസും ഡിസയേഴ്സും എല്ലാം തന്നെ റിലീസ് ചെയ്തിട്ട് ഇവരെ ഒരു സ്റ്റേറ്റ് ഓഫ് എംപ്റ്റിനെസ്സിലോട്ട് ആക്കി എന്നാണ് പറയുന്നത്. സോ മറ്റേ ആൾ ഭയങ്കര കാമും അൺബേർഡൻഡും ആയിട്ടും കിടക്കുകയാണ്. അതേസമയം നമ്മുടെ സ്പീക്കർ എന്ന് പറയുന്നത് ഭയങ്കര പെയിനിലും അതുപോലെ ഭയങ്കര കോൾഡ്നെസ്സുമാണ് അവർ ഫീൽ ചെയ്യുന്നത്. കാരണം ആ ഒരു റിലേഷൻഷിപ്പ് ഡിക്ലൈൻ ചെയ്യുന്നത് അവർക്കറിയാൻ പറ്റുന്നുണ്ട്. ആൻഡ് അതുപോലെ അവരെ തന്നെ എർത്ത് ഷ്രെഡഡ് ബൈ ലൈറ്റ്നിങ് ആൻഡ് വൂണ്ടഡ് എന്ന് പറയുന്നുണ്ട്. സോ ഇതെന്ന് പറയുന്നത് അവർ എത്രത്തോളം ഡാമേജ്ഡ് ആണ് അല്ലെങ്കിൽ എത്രത്തോളം ഹേർട്ടാണ് എന്നാണ് പറയുന്നത്. ആ ഒരു പാർട്ട്ണറിൻ്റെ ഡിറ്റാച്ച്മെൻറ്റ് കാരണം എത്രത്തോളം അവർ ഹേർട്ടാണ് എന്നാണ് പറയുന്നത്. സോ അതിനുശേഷം ഒരു മെമ്മറീസ് പറയുന്നുണ്ട്. കാര്യം ആ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ അല്ലെങ്കിൽ ആ ഒരു മാരീഡ് ലൈഫ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് അത് ഭയങ്കര എലൈവ് ആയിരുന്നു, ഫുൾ ഓഫ് പ്രോമിസ് ആയിരുന്നു. ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്കറിയാൻ പറ്റുന്ന കാര്യമാണ്, ഭയങ്കര പ്രോമിസസ് ഒക്കെ കൊടുക്കും. സോ അത് ഫുൾഫില്ല് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് പിന്നെ രണ്ടാമത് വരുന്ന കാര്യമാണ്. സോ ഇവിടുത്തെ കേസ് വരുമ്പോൾ ആ ഒരു പണ്ടത്തെ ആ ഒരു ഹാപ്പിനെസ്, ആ ഒരു സന്തോഷം, അതൊന്നും ഇപ്പോൾ ഇല്ല എന്നാണ് പറയുന്നത്. സോ ആ പാസ്റ്റ് എന്ന് പറയുന്നത് ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളൊരു സംഭവമായിരുന്നെങ്കിലും പ്രസൻറ്റ് വരുമ്പോൾ അതൊരു ട്രാജഡിയാണെന്നാണ് പറയുന്നത്. സോ അതുപോലെ ആ ഒരു പാസ്റ്റ് എക്സ്പീരിയൻസ് എന്നൊക്കെ പറയുന്നത് എന്താണ്, അത് റിയൽ ആയിരുന്നോ എന്ന് വരെ സ്പീക്കർ ക്വസ്റ്റ്യൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ പിന്നെ ദാറ്റ് ഫസ്റ്റ് ടൈം വെൻ യു ഫിൽ മൈ ബോഡി എന്ന് പറയുന്നുണ്ട്. സോ അതെന്ന് പറയുന്നത് ആ ഒരു റിലേഷൻഷിപ്പിൽ ഒരു കാലത്തുണ്ടായിരുന്ന ഇൻറ്റിമസിയാണ് കാണിക്കുന്നത്. ആൻഡ് ഇപ്പോൾ ആ ഒരു കാര്യത്തിനെ സ്പീക്കർ ക്വസ്റ്റ്യൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ ഈസ് ദാറ്റ് ഓൾ എ ലൈ എന്നാണ് ചോദിക്കുന്നത്. സോ ഈ പ്രസൻറ്റ് മൊമെൻറ്റിൽ സ്പീക്കർ ഭയങ്കര ബിട്രയലും കൺഫ്യൂഷനിലും ഒക്കെയാണ്. ആൻഡ് ആ ഒരു പ്രസൻറ്റ് റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്യാനും അവർക്ക് ബുദ്ധിമുട്ടുണ്ട്. അതിനുശേഷം ദ ഇമേജ് ഓഫ് ലൈയിങ് ഓൺ ദ കോൾഡ് ഫ്ലോർ നൗ ആസ് എ ന്യൂഡ് സ്കൾപ്ചർ. സോ ഇപ്പോൾ അവരൊരു ന്യൂഡ് സ്കൾപ്ചർ പോലെയാണെന്നാണ് പറയുന്നത്. സോ ന്യൂഡ് സ്കൾപ്ചർ കൊണ്ട് കാണിക്കുന്നത്
അവർ ഒബ്ജക്റ്റിഫൈ ചെയ്യപ്പെടുകയോ അല്ലെങ്കിൽ ഒരു കാലത്ത് അവർ ഭയങ്കര വൈബ്രൻ്റായിട്ട് ഭയങ്കര സന്തോഷമായിട്ട് നല്ലൊരു ജീവനുള്ളൊരു വസ്തു പോലെ ആയിരുന്നു. പക്ഷേ ഇപ്പോൾ എന്തോ ജീവനില്ലാത്ത വെറും ഒരു ഒബ്ജക്റ്റായിട്ട് അവർ മാറി എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. സോ അതുപോലെ ലാസ്റ്റ് ലൈനിൽ പറയുന്നുണ്ട് എ ഡാർക്ക് മൂൺ ലൈറ്റ് ദാറ്റ് ഊസസ് ബ്ലഡ്. സോ അതിൻ്റെ അകത്ത് ആ ഒരു ബ്യൂട്ടിയും സഫറിങ്ങും കൂടെ ബ്ലെൻഡ് ചെയ്ത് ഒരു സിംഗിൾ ഇമേജിലാണ് കൊടുത്തിരിക്കുന്നത്. സോ ആ ഒരു സ്പീക്കറിൻ്റെ പെയിൻ എന്ന് പറയുന്നത് ജസ്റ്റ് ഫിസിക്കൽ പെയിൻ മാത്രമല്ല, ഒരു ഡീപ്പായിട്ടുള്ള ഇമോഷണൽ പെയിനും അതിൽ പറയുന്നുണ്ട്. സോ ഈ ഒരു മാരിറ്റൽ ലൈഫ് എന്ന് പറഞ്ഞ പോമിൽ പറയുന്നത് ആ ഒരു മാരേജിൽ വരുന്ന ആ ഒരു ഇൻറ്റിമസി ആൻഡ് ആ ഇൻറ്റിമസി നഷ്ടപ്പെട്ട ആ ഒരു കാര്യമാണ് ഈ ഒരു പോമിൽ പറയുന്നത്. സോ ഈ ഒരു പോമിൽ വരുന്ന തീംസ് ഇമോഷണൽ, അതുപോലെ ഫിസിക്കൽ ഏലിയനേഷൻ, ഡിസൊല്യൂഷൻമെൻറ്റ് ആൻഡ് ബിട്രയൽ, ലോസ് ഓഫ് ഇൻറ്റിമസി, മെമ്മറി ആൻഡ് നൊസ്റ്റാൾജിയ, സഫറിങ്, ഐഡൻറ്റിറ്റി ആൻഡ് ഒബ്ജക്റ്റിഫിക്കേഷൻ, കോൺട്രാസ്റ്റ് ബിറ്റ്വീൻ പാസ്റ്റ് ആൻഡ് പ്രസൻറ്റ്.